പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധിയുടെ കേരള പര്യടനം. ഇന്ത്യ സഖ്യത്തിൽ കരിനിഴൽ വീണിട്ടും സിപിഐഎം ബി.ജെ.പി ഡിയിൽ രാഹുൽ പത്തനംതിട്ടയിലും ആവർത്തിച്ചു. UDF നേരിടുന്നത് ബി.ജെ.പി പിന്തുണയ്ക്കുന്ന LDF എന്നും പിണറായിക്കെതിരെ ബി.ജെ.പി ഒന്നും പറയുന്നില്ല എന്നും രാഹുൽ ഗാന്ധി. BJP understands that the left front LDF can never challenge them at the national level. And they also know that if they are in power in Delhi, then any LDF government in Kerala is fully under their control. ശബരിമല വിഷയം പത്തനംതിട്ടയിലും രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. UDF വന്നാൽ സ്വർണ്ണക്കൊള്ളക്കാരെ ശിക്ഷിക്കും. നരേന്ദ്രമോദി എന്തുകൊണ്ട് സ്വർണ്ണക്കൊള്ളിയെക്കുറിച്ച് മിണ്ടുന്നില്ല? വിഷയം മറച്ചുവെക്കുന്നത് CPIM-നെ സഹായിക്കാനെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. The Prime Minister came here yesterday to Kerala. In every speech, he's talking about temple and religion. But somehow, he has forgotten about what happened in Sabarimala. We don't make big speeches, but I guarantee you that the UDF government is going to make sure that the criminals who stole from the temple are finished, provided are given the punishment that they deserve. നമുക്ക് വലിയ പ്രസംഗം ശ്രീരാജ് ബാബു ആണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, എന്നാലും വലിയ ആവേശത്തിലാണ് നിലവിൽ UDF ക്യാമ്പ്. രാഹുലിന്റെ വരവും അത് മാത്രവുമല്ല, പ്രധാനമന്ത്രിയെയും ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു പ്രസംഗം മുഴുവൻ. അതിൽ തന്നെ ഈ ഡീൽ ആരോപണം, അതിൽ വലിയ ആരോപണ പ്രത്യാരോപണവും വാക്പോരും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടും അത് വിട്ടുപിടിക്കാൻ എന്തായാലും കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അത് തന്നെയാണ് വീണ്ടും ഉയർത്തുന്നത്. അത് ഇന്ത്യ സഖ്യത്തിൽ കരിനിഴൽ വീഴ്ത്തിയിട്ട് പോലും അത് വിട്ടുപിടിക്കാൻ എന്തായാലും കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ്. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയും വളരെ കാര്യമായി തന്നെ ഇത്തവണ പ്രചാരണ വിഷയമായി അവർ ഉയർത്താൻ ഉദ്ദേശിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ അത് തന്നെയാണ് കാര്യമായി ഫോക്കസ് ചെയ്യുന്നത് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എന്തൊക്കെയായിരുന്നു അവിടെ ഇന്ന് ഉണ്ടായ കാര്യങ്ങൾ? ശ്യാമലെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. CPM BJP ഡീൽ എന്ന ആരോപണത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നിലേക്ക് പോകുന്നില്ല UDF എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗം. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അപ്പാടെ പറഞ്ഞു വെച്ചത് CPIM-ഉം BJP-യും തമ്മിൽ കേരളത്തിൽ ഡീലുണ്ട്, BJP-യുടെ ഒരു അദൃശ്യകരം കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലായിരുന്നു. ശക്തമായി മുഖ്യമന്ത്രിക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു. പ്രധാനമന്ത്രിയെ എങ്ങനെയാണോ ട്രംപ് നിയന്ത്രിക്കുന്നത്, ട്രംപ് എങ്ങനെയാണോ ഭയപ്പെടുത്തി നിർത്തുന്നത്, സമാനമായി തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ നരേന്ദ്രമോദി ഭയപ്പെടുത്തി നിർത്തുന്നു, നിയന്ത്രിക്കുന്നു എന്ന തരത്തിലായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്ന ഈ ദിവസങ്ങളിൽ കേരളത്തിലെ UDF പ്രവർത്തകർ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നതായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. CPIM BJP ഡീൽ എന്ന ആരോപണത്തിൽ നിന്നും കോൺഗ്രസ് പിന്നിലേക്ക് പോകത്തില്ല, UDF പിന്നിലേക്ക് പോകത്തില്ല. ഒന്നുകൂടി ആവർത്തിച്ചവർ ആ ആരോപണം ഉന്നയിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ശ്യാമിൽ സൂചിപ്പിച്ചതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമായും ഉയർത്തിക്കാട്ടും. അതിൽ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് സംസാരിച്ചപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെപ്പറ്റി മിണ്ടിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാക്കളടക്കം പ്രതികളായ ആ ഒരു സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി അതിനെപ്പറ്റി സംസാരിച്ചില്ല. ശബരിമലയെപ്പറ്റി പ്രധാനമന്ത്രിക്ക് ആശങ്കകൾ പോലുമില്ല എന്ന തരത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. കോൺഗ്രസ് ആണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലും അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങളിലും കേരളത്തിലെ ഓരോ വിഭാഗം ആളുകളുടെയും ആവശ്യങ്ങളിലും ഒപ്പമുണ്ടാവുക എന്ന തരത്തിലായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം BJP ഉയർത്താത്ത സാഹചര്യത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ BJP മുന്നിലേക്ക് വെക്കാത്ത ഒരു സാഹചര്യത്തിലാണ് BJP-യുടെ അദൃശ്യകരം കേരളത്തിലുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്. അതിൽ കോൺഗ്രസ് കേരളത്തിൽ നിന്നും അധികാരത്തിൽ എത്താതിരുന്നാൽ മാത്രമേ, കേരളത്തിൽ കോൺഗ്രസ് തകർന്നാൽ മാത്രമേ BJP വളരുകയുള്ളൂ എന്ന ബോധ്യം BJP-ക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് BJP-യെ ചെറുക്കാൻ സാധിക്കില്ല, BJP-യെ ചെറുക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിന് മാത്രമാണ് എന്ന കാര്യത്തിലും നരേന്ദ്രമോദിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇടതുമുന്നണിയെ സഹായിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് BJP ലക്ഷ്യം വെക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. പ്രധാനമായും ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചപ്പോഴും വാഗ്ദാന
വാഗ്ദാനങ്ങൾ കേരളത്തിലെ വോട്ടർമാർക്ക് വാഗ്ദാനങ്ങൾ നൽകാനും രാഹുൽ ഗാന്ധി മറന്നില്ല. 5 വാഗ്ദാനങ്ങളാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. അതിൽ പ്രധാനപ്പെട്ടൊന്ന് സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, മറ്റൊന്ന് കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ, യുവാക്കൾക്ക് പലിശരഹിത വായ്പ അടക്കമുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ തുടങ്ങി 5 ഉറപ്പുകൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ UDF അധികാരത്തിൽ എത്തിയാൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നു. ഇനി അടൂരിൽ അവസാനിച്ച ഈ പൊതുയോഗത്തിൽ അതിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ, അതിൽ ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളെല്ലാം തന്നെ പത്തനംതിട്ട ജില്ലയിലെ മറ്റുള്ള 4 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രചരണ പരിപാടിയിൽ പത്തനംതിട്ട ജില്ലയിൽ അദ്ദേഹം ആവർത്തിക്കും. അതിനുശേഷം കോട്ടയത്തേക്കാവും പോവുക. അവിടെയും സമാനമായ രീതിയിൽ അദ്ദേഹം എന്തൊക്കെയാണോ കേരളത്തിലെത്തി ഉന്നയിക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ കേരളത്തിലെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിൽ അദ്ദേഹം അക്കാര്യങ്ങൾ ഉന്നയിക്കും. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM BJP ഡീൽ, അതിൽ പലതരത്തിൽ ഇടത് നേതാക്കളടക്കം CPM നേതാക്കളടക്കം അത് പൂർണ്ണമായും തള്ളിക്കളയുകയും കോൺഗ്രസ് പരാജയ ഭീതി മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും അതിൽ നിന്നും 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ കോൺഗ്രസ് UDF തയ്യാറാകില്ല. CPM BJP ഡീൽ നിലവിൽ കേരളത്തിലുണ്ട്. അത് കോൺഗ്രസ് തകരുന്നതിന് വേണ്ടിയിട്ട് BJPയുടെ അദൃശ്യ കരങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലായിരുന്നു രാഹുൽ ഗാന്ധി സംസാരിച്ചത്. ശ്യാമിലി.